ഇന്നത്തെ സ്വരലയത്തിലൂടെ നമ്മൾ ആദരിക്കുന്നത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ എല്ലാ ഭാഷകളിലും ഒരുപോലെ പ്രശസ്തയായ ഒരു ഗായിക എൽആർ ഈശ്വരി. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുപഴി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുപഴി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ. ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. കഴിഞ്ഞ വർഷത്തെ 2008 ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വൺ ഓഫ് ദ ജൂറി മെമ്പേഴ്സ് ആയിരുന്നു. ഈശ്വരിയമ്മയുടെ യഥാർത്ഥ പേര് ലൂർദ് മേരി രാജേശ്വരി എന്നാണ്. പരമക്കുടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അമ്മ നിർമ്മല കോറസ് സിംഗറായിരുന്നു. അമ്മ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴൊന്നും മക്കളെ പാട്ടുകാരാക്കണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. മക്കൾ രണ്ടുപേരും എൽആർ ഈശ്വരി, എൽആർ അഞ്ജലി രണ്ടുപേരും ഗായികമാരാണ്. അവരെ റെക്കോർഡിങ്സിനൊന്നും കൊണ്ടുപോകാറില്ല. കാരണം ഇവര് പാട്ടുകാരാവണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അമ്മയോട് പറയാണ്ട് മത്സരിച്ചെന്ന് വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് വഴക്കും അടിയും ഒക്കെ കൊടുത്തു. അടുത്ത ദിവസം ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു പശ്ചാത്താപമൊക്കെ വന്നു. അതിനുശേഷം റെക്കോർഡിങ്സിനൊക്കെ ഇടയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഒരു റെക്കോർഡിംഗിൽ ഗായിക വരാൻ വൈകിയതിനാൽ ആദ്യമായിട്ട് പാടാനൊരു അവസരം ഉണ്ടായി. കെ വി മഹാദേവൻ സാറിന്റെ നല്ലയിടത്ത് സംബന്ധം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് പാടിയത്. 1963 കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തില് പുള്ളി മാനല്ല മയിലല്ല എന്ന ഗാനവും ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, അത് രണ്ടും തന്നെ വളരെ ഹിറ്റായിരുന്നു. മലയാളത്തിൽ പാടേണ്ട എക്സ്പീരിയൻസിനെ കുറിച്ച് അമ്മ പറയാറുള്ളത്, പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ലിപ് മൂവ്മെന്റ് നോക്കി അതിനനുസരിച്ചാണ് ഉച്ചാരണം പഠിച്ചതെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടേതായി വളരെ ഫേമസ് ആയിട്ട് അമ്മൻ പാട്ടുകൾ ഒരുപാട് കാസറ്റ്സ് ഉണ്ട്. എൽആർ ഈശ്വരിയമ്മയുടെ അമ്മൻ പാട്ടുകൾ വളരെ ഫേമസ് ആണ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും. അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് 1964 റിലീസായ ഭർത്താവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ അമ്പലം ഉള്ളതുകൊണ്ട്, ഞാനും തമിഴ്നാട്ടിൽ വസിക്കുന്നതുകൊണ്ട് ഈശ്വരമ്മയുടെ പാട്ട് കേൾക്കാതെ ഒരു ദിവസവും അങ്ങ് തുടങ്ങത്തില്ല. കാര്യം അത്രയ്ക്ക് ഹിറ്റുകളാണ് അമ്മയുടെ അമ്മൻ പാട്ടുകൾ. അപ്പോൾ എൽആർ ഈശ്വരിയമ്മയ്ക്ക് പൊതുവെ ഉള്ളൊരു പേരെന്ന് ഈ ഫാസ്റ്റ് നമ്പർ, ഈ അടിച്ചുപൊളി പാട്ടിന്റെ ഒരു ആളായിട്ടാണ് അമ്മ അറിയപ്പെടുന്നത്. പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെലഡീസ് എത്രയോ പാടിയിട്ടുണ്ട് അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ. പട്ടത്തിറാണി എന്നുള്ള പാട്ടില് ആ ഒരു ചാട്ടവാറടി വായിക്കുമ്പോൾ ഒരു എഫക്റ്റ് സൂപ്പർബായിട്ട് ആ അമ്മയ്ക്കേ അത് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ മലയാളം ചേച്ചി പാടി, തമിഴ് എനിക്കിഷ്ടമുള്ള ഈശ്വരി അമ്മയുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി.
വയലാർ ഈശ്വരി അമ്മ, നമുക്കെല്ലാം പ്രിയങ്കരിയായ അമ്മ, എനിക്ക് പരിചയം 2008 ഇതേ കസേരയിൽ ഞങ്ങൾ അടുത്തടുത്തുണ്ടായിരുന്നു. മനോഹരമായിട്ട് ഇത്ര എനർജി ആയിട്ട് പാടുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റ് നമ്പേഴ്സ്, ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോ, അതൊരു ചെറിയൊരു തമാശയാണ്, ക്രിട്ടിക്സ് അവാർഡിന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പം ഈശ്വരിയമ്മ ഉണ്ടായിരുന്നു. അപ്പം ഈശ്വരിയമ്മയ്ക്ക് ഒരു പാട്ടായിരുന്നു അന്ന് വെച്ചിരുന്നത്. അപ്പോ എന്തോ ഈ സംഘാടകരെന്തോ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞ ഈശ്വരിയമ്മയുടെ അടുത്ത് പറഞ്ഞ് 2 പാട്ട് പാടിക്കാനും പറഞ്ഞു. അത് അവസാനം 9 പാട്ടിലാണ്, ഒറ്റയടിക്ക് 9 പാട്ട് ഈശ്വരിയമ്മ അവിടെ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് പാടി. സത്യം പറഞ്ഞാൽ ജനങ്ങളെ കംപ്ലീറ്റ് ഈശ്വരിയമ്മ കയ്യിലെടുത്തെന്ന് മാത്രമല്ല, അത്രയും ഫാസ്റ്റ് ആൻഡ് പെപ്പി നമ്പേഴ്സ് ആയിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു അതിശയം കൂടെ ഉണ്ട്. ചിത്ര പാടിയ കാക്കക്കുയിലെ ചൊല്ലു എന്നുള്ള ഗാനം സത്യത്തിൽ എനിക്ക് ഈശ്വരിയമ്മ പാടിയെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ്, ഒരുപക്ഷെ നിങ്ങൾക്കും. അത് സത്യം പറഞ്ഞാൽ ഷീസ് ജീനിയസ്. അമ്മയ്ക്കും ഈശ്വരിയമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം സർവശക്തൻ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു പാട്ട്, ഈ പാട്ട് ഈശ്വരിയമ്മ ആക്കിയ ഒരു പാട്ടാണ്. ഇത് ഞങ്ങൾ 3 പേരും കൂടെ പാടാൻ പോവാണ്. ആശക്കച്ച വந்த പഴം, നല്ല തേനാട്ടം ഇനിക്കും പഴം, എല്ലോരും വാങ്ങും പഴം, ഇത് ഏഴയ്ക്കുന്ന് പിറந்த പഴം. എലന്തപ്പഴം ആശക്കച്ച വந்த പഴം, നല്ല തേനാട്ടം ഇനിക്കും പഴം, എല്ലാരും വാങ്ങും പഴം, ഇത് ഏഴയ്ക്കുന്ന് പിറந்த പഴം. ചൊക്കച്ച വந்த പഴം, നല്ല തേനാട്ടം ഇനിക്കും പഴം, എല്ലാരും വാങ്ങും പഴം, ഇത് ഏഴയ്ക്കുന്ന് പിറந்த പഴം.